ആവറേജിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റുഡൻറ്റ് വാസ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് എനി 10 numbers of 2 digits. By mistake he interchanged digits of one number. So new average decreased by 2.7. Find difference of digits of this number. അതായത് 2.7 ആവറേജ് കുറഞ്ഞിട്ടുണ്ട് 10 നമ്പേഴ്സിൻ്റെ. ഇപ്പോൾ 10 എണ്ണത്തിന് 2.7 ഇൻറ്റു 10 27 വരും. 27 ഡിഫറൻസ് വരണമെങ്കിൽ ആ സംഖ്യകൾ ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 × 3 ആണ് 27. അപ്പോൾ 3 ആയിരിക്കണം ആ ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരം എന്തായാലും 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് 3 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടിയും ഈ ക്വസ്റ്റൻ ഒന്നുകൂടി പറയാം. ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ്സ് ഉള്ള 10 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാനാണ് ഒരു കുട്ടിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കുട്ടി ഒരു നമ്പറിൻ്റെ ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഇൻ്റർചേഞ്ച് ചെയ്തു. ആ കൊച്ചിന് മിസ്റ്റേക്ക് പറ്റിയതാണ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അവിടെ 2.7ൻ്റെ ഡിക്രീസ് ഉണ്ടായി, ആവറേജിൽ ഡിക്രീസ് ഉണ്ടായി. ഈ 2.7ൽ ആവറേജിൻ്റെ ഡിക്രീസ് ഉണ്ടാവണമെങ്കിൽ അത് ഈ 10 നമ്പറിൽ നിന്നും 2.7 കുറഞ്ഞാൽ മാത്രമേ ഈ 2.7ൻ്റെ ആവറേജിൽ ഡിഫറൻസ് വരത്തുള്ളൂ. അപ്പോൾ 2.7 10 കുറയണമെങ്കിൽ അവിടെ മൊത്തം 27 എന്നുള്ള സമ്മ് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമ്മിൽ നിന്ന് 27 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 27 വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY എന്നുള്ളൊരു നമ്പർ ഉണ്ടായിരുന്നു, 2 ഡിജിറ്റ് നമ്പർ. പക്ഷേ ആ കൊച്ച് ആവറേജ് കണക്കാക്കാൻ നേരത്ത് ഇതിന് YX എന്നാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഈ 2 ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയപ്പോൾ ഉണ്ടായ ഡിഫറൻസാണ് ഈ പറയുന്ന 27. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ് ഞാൻ നേരത്തെ ഒരു ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 3 ആണ്. അതായത് ആ ഒരു XY അല്ലെങ്കിൽ YXൻ്റെ ആ ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് എപ്പോഴും 3 ആയിരിക്കണം. ഇങ്ങനെ ഒരു 27ൻ്റെ ഒരു ഡിഫറൻസ് അവിടെ വരണമെങ്കിൽ. അങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത്.